എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ഈ ഒരു വർഷാവസാനം നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു വീഡിയോ കൂടിയാണ്. നമ്മുടെ 2024 എങ്ങനെയൊക്കെ ആയിപ്പോയി, ഇനി വരുന്ന വർഷം നല്ല പോലെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്തു വയ്ക്കാവുന്നതാണ്. അതായത് നമ്മുടെ പേര് എഴുതിയിട്ട് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വച്ചതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, നമുക്ക് വരുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ഉപ്പുവെള്ളത്തിൽ നമ്മുടെ പേര് എഴുതി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക നമ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ കൂടി എഴുതി വയ്ക്കുന്നുണ്ട്. ആ ഒരു നമ്പർ എന്ന് പറയുമ്പോൾ ഒരു ഏഞ്ചൽ നമ്പറാണ്. അതായത് ആ നമ്പർ എത്ര തവണ നമ്മൾ കൂട്ടിയാലും, അതായത് ഇപ്പോൾ 4 തവണ എഴുതുകയാണെങ്കിലും ആ ഒരു നമ്പർ ആ ഒരു 4 പ്രാവശ്യം ആഡ് ചെയ്താലും ആ ഒരു നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലത്തെ ഒരു എന്താ പറയുക, ലക്കി ആയിട്ടുള്ളൊരു നമ്പറാണ്. ആ നമ്പറിൻ്റെ കൂടെയാണ് നമ്മുടെ പേര്, നമ്മൾ ഈ ഒരു പേര് എഴുതി വെച്ചിട്ട് ഉപ്പുവെള്ളത്തിൽ സൂക്ഷിക്കുന്നത്. ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് അടുത്ത വർഷം മുഴുവനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കുറേ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ, സന്തോഷകരമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും പണം ആകർഷിക്കാൻ കഴിയും. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതത്തെ ആകർഷിക്കാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ വിശ്വാസത്തോടെ തന്നെ ഇത് നമുക്ക് യൂണിവേഴ്സ് അത് നടത്തി തരുന്നതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും യൂണിവേഴ്സ് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും, അതൊരു ജോലിയാകട്ടെ, പണമാകട്ടെ, കല്യാണമാകട്ടെ, നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന എന്ത് കാര്യവുമായിക്കോട്ടെ, യൂണിവേഴ്സ് അത് നടത്തി തരുന്നതാണ്. ഇത് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം നമുക്ക് എന്ത് ആഗ്രഹമാണെങ്കിലും നമ്മളെ വിഷമിപ്പിക്കാതെ തന്നെ അത് നടന്ന് കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും ഈ വെള്ളത്തിൽ നിങ്ങൾ പേരെഴുതി ഇടുന്നതോടൊപ്പം തന്നെ ഈ കുറച്ച് കാര്യങ്ങളും മനസ്സിൽ വിചാരിച്ച് കൊണ്ട് തന്നെ നിങ്ങളിത് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളതൊരു വെള്ള പേപ്പറാണ്. ഇതേപോലൊരു വെള്ള പേപ്പർ എടുത്തിട്ട് നമുക്ക് 2ആയിട്ട് മടക്കണം. കുറച്ച് വീതി നീളമുള്ള അത്യാവശ്യം ഉള്ള ഒരു പേപ്പറാണ്. ഇത് 2ആയിട്ട് മടക്കിയിട്ടാണ് നമ്മളിതിൽ എഴുതാം. ആദ്യം നമ്മുടെ പേര് എഴുതാം. പേര് എഴുതിയതിന് ശേഷം ആ ഒരു ലക്കി നമ്പർ എന്ന് പറയുന്നത് ഇതാണ്, അതായത് 9 9 9. ഈ 9 എന്ന് പറയുന്നത് നമുക്ക് ഇൻഫിനിറ്റായിട്ട്, അതായത് എത്ര വേണമെങ്കിലും നമുക്ക് ഈ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാവുന്നതാണ്. അത്രയും അനുഗ്രഹങ്ങൾ നമ്മളെ തേടി വരുന്നതാണ്. ഈ നമ്പർ എത്ര തവണ നമ്മൾ ഈ ഒരു പേപ്പറിൽ എഴുതി നമ്മളിപ്പോൾ സൂക്ഷിക്കുന്നു, അത്രയും തവണ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇരട്ടി വേഗത്തിൽ നമുക്ക് നേടിത്തരാനായിട്ട് സഹായിക്കുന്നതാണ് യൂണിവേഴ്സ്. അപ്പോൾ ഒരുപാട് തവണ ഞാൻ ഈ ഒരു 9 കുറേ പ്രാവശ്യം ഞാനിവിടെ എഴുതുന്നുണ്ട്. ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ ചുരുട്ടി നമുക്ക് നമ്മൾ നേരത്തെ പറയുന്ന ഉപ്പുവെള്ളത്തിൽ നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ്. ഈ 9കൾ കുറേ എഴുതുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ പറയുക. അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുക. അതേപോലെ തന്നെ ഈ ഒരു സ്ക്രീനിൽ കാണിക്കണ ആ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ മനസ്സിൽ കുറേ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. അതായത് മനസ്സിൽ ഉരുവിടുക. അതിന് ശേഷം നല്ലപോലെ പ്രാർത്ഥിക്കുക. നല്ലപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ചെറിയ കുപ്പി എടുക്കുക. ചെറിയ കുപ്പിയിൽ കുറച്ച് ഉപ്പ്, കല്ലുപ്പാണ് കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ള കല്ലുപ്പ് നമുക്കിതിലേക്ക് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഏകദേശം എന്ന് പറയുന്നത് ഒരു 2-3 സ്പൂണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്നൊക്കെ അകന്നു പോകാനും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്തു വെച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരുവിധം നല്ലോണം ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ചെറിയ കുപ്പിയിലാണ് വെള്ളം എടുത്ത് വെച്ചേക്കുന്നത്. നമുക്കും അതേപോലെ ചെറിയ എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാൻ സൗകര്യം ചെറിയ കുപ്പിയിലാണ്. വലിയ കുപ്പിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അലമാരിയിലൊന്നും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ കുപ്പിയിൽ തന്നെ നമുക്കിത് എടുത്ത് വെച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇതേപോലത്തെ കുപ്പിയിൽ തന്നെ വേണം, മൂടിയിട്ട് തന്നെ വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു കുപ്പിയിലേക്ക് നമ്മൾ നേരത്തെ എഴുതി ചുരുട്ടി വെച്ചേക്കണം നമ്മുടെ പേര് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ ഒരു കുപ്പി നല്ലോണം ഒന്ന് കുലുക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആ എഴുതിയേക്കണ പേപ്പർ ഫുള്ളായിട്ട് നിവർന്ന് വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ കാര്യമല്ല, നിവർന്ന് വരുന്നത് നല്ലതാണ്. ആ ഒരു എന്താ പറയുക, നമ്മൾ ആ ഒരു മനസ്സിൽ ആ ഒരു സ്വിച്ച് വേർഡ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എഴുതിയ ആ കാര്യങ്ങളൊക്കെ ഈ ഒരു ഉപ്പുവെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുന്നുണ്ട്. ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് നമ്മളിൽ നിന്നുള്ള ഈ നെഗറ്റീവ് എനർജിയൊക്കെ സ്വീകരിച്ച് നമുക്കൊരു പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത് കുറച്ച് നാൾ നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള ആ നെഗറ്റീവ് എനർജിയൊക്കെ ഇത് പിടിച്ചെടുക്കുന്നതാണ്.
അപ്പോൾ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, പട്ടിണി, ദാരിദ്ര്യം, ജോലിയില്ലായ്മ, കല്യാണം നടക്കാത്ത അവസ്ഥ, വീട്ടിലുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ, സമാധാനമില്ലായ്മ, ഇതൊക്കെ നമ്മളിൽ നിന്നൊക്കെ അകന്നു പോകാനൊക്കെ ഈ ഒരു കർമ്മം നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കർമ്മം കൂടിയാണ്. അത് നമ്മൾ ഈ ഒരു വർഷം ലാസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് അടുത്ത വർഷം നല്ലതുപോലെ വരാനൊക്കെ ഈ ഒരു കർമ്മം ചെയ്യണത് നല്ലതാണ്. ഇതിൽ നമ്മൾ പേരെഴുതി വിടുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കാണെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേരും നമുക്ക് ഇതിൻ്റെ കൂടെ എഴുതി വയ്ക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ഇച്ചിരി കൂടി വലിയ പേപ്പറിൽ എടുത്തിട്ട് എഴുതി വയ്ക്കാം. നമ്മുടെ കുടുംബത്തിൽ എത്ര പേരുണ്ടോ അവരുടെ പേരൊക്കെ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ ഉണ്ടോ, വീട്ടിൽ എത്ര പേരുണ്ടോ അവരുടെയൊക്കെ പേര് എഴുതി വയ്ക്കാം. അതേപോലെ ആ സ്വിച്ച് വേർഡ് പറയാം. അതിനുശേഷം ആ 9 എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ട് നിങ്ങൾ പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ ആ ഒരു പേപ്പർ മടക്കി ആ ഉപ്പിപ്പാത്രത്തിൽ ഇട്ട് വയ്ക്കാവുന്നതാണ്. കുടുംബത്തിലുള്ളവർക്കും ആ ഒരു ഐശ്വര്യം ആ ഒരു ഇതൊക്കെ ഐശ്വര്യവും ധനസമ്പത്തും ധനാകർഷണമൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു കർമ്മം നമുക്ക് ഇത് ചെയ്തു വയ്ക്കാവുന്നതാണ്. ഇതേപോലെ ഉപ്പ് വെള്ളത്തിൽ നമ്മുടെ പേര് എഴുതി വെച്ച് നമ്മൾ ഇതേപോലെ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് നമ്മളിൽ നിന്ന് അകന്നു പോയാലും നമുക്ക് തിരിച്ചു വരുത്താനും നമ്മളിലേക്ക് ധനം ആകർഷിക്കാനും പല കാരണങ്ങളും കൊണ്ട് നമുക്ക് നഷ്ടമായ പല കാര്യങ്ങളും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മളിൽ ഒരിക്കലും പരാജയം സംഭവിക്കുന്നതല്ല. നമുക്ക് ഏതൊരു തരത്തിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലെ നിർഭാഗ്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തടയാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. ഇതിന് സമയമോ ദിവസമോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതേപോലെ തന്നെ പീരീഡ്സ് സമയത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ നിൽക്കരുത്. അത് മാറിയതിന് ശേഷം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അശുദ്ധിയായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ശുദ്ധി ഉള്ളപ്പോൾ മാത്രം ചെയ്യാം. ഏത് സമയത്താണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആരും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ലപോലെ പ്രാർത്ഥിച്ച് നമ്മൾ ഈ പറയുന്ന സ്വിച്ച് വേർഡൊക്കെ മനസ്സിൽ വിചാരിച്ച് അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച് കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്ത് ആരും ഇല്ലാത്തൊരവസ്ഥയായിരിക്കണം. നല്ല ശാന്തമായിട്ടുള്ള പ്രദേശത്തെയോ റൂമിലോ എവിടെ വേണമെങ്കിലും ഇരുന്ന് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇന്ന ദിവസമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ എന്നാണോ നിങ്ങൾ കാണുന്നത് അന്ന് തന്നെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പക്ഷേ 2025 ആയാലും നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്തു വെച്ചാലും നമുക്ക് വരും കാലങ്ങളിൽ നമുക്കിത് നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും ഏറ്റവും ഉപരി എന്ന് പറയുന്നത് 100% വിശ്വാസത്തോടു കൂടി നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കാം. നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതാണ്. അപ്പോൾ വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങളിത് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ